ഖുർആനിൽ നിന്ന് മുതഫർരിഖാത്തെങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും ഹിഫ്ള് വേണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു, ലൗ ജുമിഅൽ ഖുർആനു ഫീ ഇഹാബിൻ മാ അഹ്റഖഹു അന്നാർ. സുബ്ഹാനല്ലാഹ്. ഒരു ഖുർആൻ ഒരു തോലിലങ്ങ് പൊതിച്ചു വെച്ചിട്ടാണ് നരകത്തിലേക്ക് ഇട്ടാൽ പോലും ആ തോല് കത്തില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുടെ ശരീരത്തെ നരകം തൊടില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യജീഉൽ ഖുർആനു യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിശുദ്ധ ഖുർആൻ വന്നുകൊണ്ട് പറയുമത്രേ, യാ റബ്ബ് ഹല്ലി, അല്ലാഹുവേ നീ ആദരവിന്റെ വസ്ത്രം ഇവരെ അണിയിക്കണമേ. ഫയുൽബസു താജുൽ കറാമ. അല്ലാഹു തആല വലിയൊരു ക്രൗൺ അവരുടെ തലയിലേക്ക് ഒരു കിരീടം വെച്ചു കൊടുക്കും, ആദരവിന്റെ ബഹുമാനത്തിന്റെ കിരീടം. എന്നിട്ട് ഖുർആൻ പറയും, യാ റബ്ബ് സിദ്, അല്ലാഹുവേ ഇനിയും കൊടുക്കണം, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഫയുൽബസു ഹുല്ലത്തൽ ഖറാമ. അങ്ങനെ ബഹുമാനത്തിന്റെ ആദരവിന്റെ വസ്ത്രം അവരെ അവിടെ അണിയിക്കപ്പെടും. തുമ്മ യഖൂലു യാ റബ്ബ് ഇർദ അൻ. അല്ലാഹുവേ ഈ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആണിനെയും പെണ്ണിനെയും നീ തൃപ്തിപ്പെടണമേ. ഫയർളാ അൻഹു. അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ഫയഖൂൽ ഇഖ്റ വർഖ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. ഓതിക്കൊണ്ടേയിരിക്കൂ. എവിടെയാണോ നിങ്ങളുടെ ഓർമ്മ അവസാനിക്കുന്നത്, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എത്രയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത്, ഓരോ ആയത്തിനും അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം ഉയർത്തിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.